നല്ല മഴയൊക്കെ ആയിരുന്നു പുറത്ത്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകാരനെയും വിളിച്ചിട്ടുണ്ട്, അവനും ഇപ്പോൾ വരും. രണ്ടുപേരും കൂടെ മറ്റേ കാലടി പ്ലാന്റേഷനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൂടെയൊക്കെ പോയി ഒന്ന് കറങ്ങി നേരെ തിരിച്ച് വീട്ടിൽ പോകണം. ഒരു 2 മണിക്കൂർ ഡ്രൈവ്, അത്രേ ഉള്ളൂ. വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ പോകാൻ തോന്നിയതുകൊണ്ട് നേരെ ഇറങ്ങണം. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അവനിപ്പോൾ വരും. അങ്ങനെ അരമണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം കഥാനായകൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. സന്തോഷം ഗോപ്രോക്ക് ഉണ്ടല്ലോ, ഏതാ മൂഡ്. ഇവിടെ ഫുള്ള് റബ്ബറും കാടായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ നല്ല രസമായിട്ട് ആ വ്യൂ ഒക്കെ കാണാം, നല്ല ഭംഗിയുണ്ട് അവിടെ. എന്തായാലും സ്വർഗമാണ് മക്കളെ, സ്വർഗം. ഇവിടെ നിങ്ങൾ വരാതെ പോയാൽ നിങ്ങൾ മിസ് ചെയ്യണത് ഒരു കിട്ടിലെ സ്പോട്ടാണ് ഈ സ്ഥലം. കേട്ടാ ഏതോ വ്യൂ നോക്കി ഇന്ന സ്ഥലം ഇത്. ഞാൻ അറിയാതെ ഒരു ദിവസം വന്നപ്പോൾ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതാ. ഒരു ദിവസം കൂടെ വരാമെന്ന് ഓർത്ത്. എന്ത് ഭംഗിയാന്ന് നോക്കിയിട്ട് ചുറ്റുവട്ടം മൊത്തം കാണാനായിട്ട്. യെസ്, ഫൈനലി ഞങ്ങളുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയിട്ടാ. ഇവിടെ വരാമോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അറിയാണ്ട് വന്നു, വഴി മാറി വന്നതാണ്. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വട്ടം കൂടെ വരാമെന്ന് ഓർത്തിട്ട് വീണ്ടും വന്നു. ഇനി ഇവിടെയും കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ട് വേറൊരു സ്ഥലം കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് പോയി കാണണം. എന്താറും പേടിച്ചു പോയി. അവിടെ ഒരു സ്ഥലം കൂടി ഉണ്ട്, അതും കൂടെ പോയി കാണണം. ആ സ്ഥലത്താണ് എന്താ വേറെ ഇച്ചിരി ഓപ്പൺ ഏരിയ, ഇതിനേക്കാളും കുറച്ചും കൂടെ അങ്ങനെ ഇടയ്ക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെയൊക്കെ പോകാമോ ഓതമ്പുരേന്ന് അറിയാം. പിന്നെ അവിടെ വരെയും കൂടെ പോയി നോക്കണം ഇനി എന്തായാലും. സാധനം അടിപൊളിയാണ്. അതിരപ്പള്ളി പോകുന്നവരുണ്ടെങ്കിൽ വെറുതെ വഴി തെറ്റി ഇങ്ങോട്ട് വന്ന് നോക്ക്. വഴി തെറ്റി വന്നാൽ മതി, അറിഞ്ഞുകൊണ്ടാരും വരരുത്. വഴി തെറ്റിയിട്ട് വേണം വരാൻ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് വന്നാൽ ചിലപ്പോൾ വള്ളി കിട്ടും, അതാണ്. ശരിക്കും ഈ സ്ഥലം മാപ്പിൽ നോക്കുമ്പോൾ ആനയുടെ ഒക്കെ ഫോട്ടോ കാണാം, അത് മാത്രമേ കാണുള്ളൂ. പക്ഷെ ഇതൊന്നും ആരും മാപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആഡ് ചെയ്താൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടാവുന്നിട്ടായിരിക്കാം. എനിക്ക് ഇത് കുറച്ച് നാളായിട്ടുള്ളൂ ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട്. ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു ആദ്യം, ഇവിടെയൊക്കെ കംപ്ലീറ്റ് റബ്ബറായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പൈനാപ്പിൾ തുടങ്ങിയേക്കണേ. അപ്പോൾ ഇവിടെയും ഫെൻസിങ് ഉണ്ട്, ഇതിൻ്റെ അപ്പുറത്തറ്റത്ത് ഫെൻസിങ് ഉണ്ട്. ആ മരങ്ങൾ കാണില്ലേ, അതിന് തൊട്ടിപ്പുറത്ത് ഫെൻസിങ് ഉണ്ട്. അവിടെ അത്രയും അപ്പുറത്തോട്ട് കാണുന്ന പോലെ കംപ്ലീറ്റ് റബ്ബർ തന്നെയായിരുന്നു ഇവിടെ. ശരിക്കും ഒരു കാട് വൈബായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ലൊരു ഓപ്പൺ സെറ്റപ്പൊക്കെ നല്ല ഭംഗി. അവിടെ ചെറിയൊരു വാട്ടർഫാളല്ല, പാറയുടെ കൂടെ വെള്ളമൊഴിക്കാൻ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ കൊള്ളാം. എന്തായാലും ഞാൻ ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ റൂട്ട് പോകുമ്പോൾ അത്യാവശ്യം സെറ്റപ്പാണിത്. മൊത്തം വണ്ടി കൊണ്ട് നടക്കി വെച്ചേക്കാം. അയാളൊന്നും പറയാന്തോ കണ്ണിലൊക്കെ ഏതാണ്ടൊക്കെ പോയി ഇടങ്ങേറായിട്ട് ഇരിക്കണേ. ഇനി ഇവിടെ നിന്ന് ഞാൻ പറയില്ലേ ഒരു സ്പോട്ടും കൂടി ഉണ്ട് പോകാനായിട്ട്, അവിടെയും കൂടെ പോയി കറങ്ങിയിട്ട് തന്നെ. അവിടെ വീഡിയോയും പരിപാടിയൊക്കെയാണ്. ഇതൊക്കെ എടുത്ത് ഇനി പോസ്റ്റായിട്ട് റീലായിട്ട് ഇനി അവനെ അപ്ലോഡ് ചെയ്യുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഞങ്ങളത് അവിടെ ഒരു മയിലിനെ കണ്ടുപിടിച്ചു. പോണണ്ട കുഞ്ഞു മയിൽ, അത് പെണ്ണ, പീലിയൊന്നുമില്ല. ഇത് ഫുള്ള് കാടാ. ഇവിടെ ഒരു കുറച്ച് നേരം സൈലൻ്റായിട്ടിരുന്ന കിളികളുടെ ശബ്ദം മാത്രം കേൾക്കാം. കേട്ടോ വയ്ക്കോ. വേറെ ഒരു അനക്കുമല്ല അവിടെ. മൊത്തത്തിൽ
ഒറ്റപ്പെട്ടു പോയൊരു ഫീലിംഗ് ആണ് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് ഒരുപാട് നാൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെ NSS ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലമെല്ലാം ഞങ്ങൾ കാണണത്. ഇത് രണ്ടാമത് ഇപ്പോൾ നേരത്തെ കാണിച്ചാലും ഇല്ല, അതേപോലെയൊക്കെ ആയതൊക്കെ ഇത് ഇപ്പോഴാണ്. അന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഒന്ന് പറഞ്ഞ പോലെ ഫുള്ള് റബ്ബറും കാടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അങ്ങനെ ഒരു ഓപ്പൺ സ്പേസൊക്കെ ആയത്. ആക്ച്വലി നല്ല രസമുണ്ട്. ആന വന്നാൽ ഓടേണ്ടി വരും. ഇവിടുത്തെ ഫെൻസിങ് ഒക്കെ ഉണ്ട് കണ്ടോ. ഇതിൻ്റെ ഗ്രിഡുള്ളൂ. അല്ല, ഇതാണ് ഫെൻസിങ്. ഈ ഫെൻസിങ് ഫുള്ള് ഇങ്ങനെ കിടക്കുക. ആകാശത്തൊന്നുമില്ല, താഴെ മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോയി എന്തെങ്കിലും വള്ളി പിടിക്കണ്ടാകുമോ. ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട് അവിടെ. ഇവിടെ ആന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഈ പനയുടെ പോലെയൊക്കെ ഉള്ളിടത്താണ് കൂടുതൽ ആനകൾ വരാറ്. അതുകൊണ്ടിട്ട് തന്നെ ആന ഇല്ലാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. വഴിയിലെല്ലാം കിടപ്പുണ്ട് ആനപ്പിണ്ടം. ഇപ്പം തിരിച്ച് ഇവിടെ വേറൊരു സ്ഥലമുണ്ട്, അത് കാണിച്ചു തരാം. ഞാൻ അവിടെ റെക്കോർഡ് ചെയ്യാണ്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വേറൊരു സ്ഥലം കൂടി ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. എടുക്കാണ്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അത് കാണിച്ചു തരാം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ വേറെ സ്ഥലം, ഈച്ചവന്. ഈ സ്ഥലത്ത് ആക്ച്വലി ഞങ്ങൾ ഒരുപാട് നാൾ മുൻപ് ഈ പറഞ്ഞ പോലെ ആ ക്യാമ്പിൻ്റെ ടൈമിൽ വന്നതാണ്. അവിടെ അന്ന് കണ്ടൊരു ഇതൊക്കെ തന്നെയാണെന്ന് അറിയാനാണ് ഇന്ന് വന്നത്. നേരത്തെ പറഞ്ഞല്ല, അതേപോലെ തന്നെ മീനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ കാടിൻ്റെ നിറക്ക് മീനൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ, വെറുതെ വണ്ടി ഓടിച്ചെളിക്കുക കാട്ടിൽ കൂടെ. അവിടെ കോടയുണ്ട്. ഇവിടെ കാണാൻ എന്തുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ. അങ്ങടേക്ക് ഇച്ചിരി ഓപ്പൺ സ്പേസാണ്. ആറ്റത്തോട്ട് മല കയറി ഇങ്ങനെ പോകാൻ തോന്നണം. പക്ഷെ അങ്ങനെയൊക്കെ പോയി എന്തെങ്കിലും വള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ കിടക്കാം എല്ലാവർക്കും. അവിടെ ഈ ഒരു മരം കണ്ട, ഇതിൻ്റെ അടുത്ത് ഈ വെള്ളം മരമില്ലേ, അതിൻ്റെ കുറച്ചങ്ങ് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് ഫെൻസാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. ഇവിടം വരെ വലിയ സീനില്ല, കാര്യം ഇതിൻ്റെ അപ്പുറത്താണ് ഫോറസ്റ്റ് ഓഫീസ് വന്നത്. ഇവിടെ ആൾക്കാരും ഉണ്ട്, ഈ റബ്ബർ ടാപ്പിങ്ങിൻ്റെ ഇതൊക്കെയായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നവരും നമുക്ക് തന്നെ വള്ളി പിടിക്കണ പോലെയാണ്. ഒരു ഈച്ച ഇതിൻ്റെ ഉള്ളിൽ കയറി, ഉള്ളിരുന്ന് കരയുണ്ടത് നനക്കുമ്പോൾ. ഇവിടെ എങ്ങാണ്ടും ഉണ്ട്, അത് ഊരി കളയണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകണം. ഞാൻ നിൽക്കണത് ആനപ്പിണ്ടത്തിൻ്റെ മുകളിലായിരുന്നു. അതാണ് അവസ്ഥ. ഞങ്ങൾ അന്ന് വരുമ്പോൾ ഈ റോഡിലൊക്കെ കിടക്കണണ്ട, അന്ന് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ബൈക്ക് ഒതുക്കി നിർത്തി. ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തിയതിനെ തൊട്ടപ്പുറത്ത് നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അപ്പം തന്നെ വണ്ടി എടുത്ത് വീട്ടിൽ പോയി. അത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് വന്നതാണ്. ആ വരവിനാണ് ആനെ കണ്ടത്. രണ്ടാമത്തെ റൈഡ് ചുമ്മാ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാം, ഇത് തന്നെയാണ് എൻ്റെ പരിപാടി. ഒരു പരിപാടിയില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ക്രൗഡഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ റെസ്ട്രിക്ഷനും വെക്കും. ഇപ്പം അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ടിട്ടാണ് മേ ബി ഇതുവരെ ഇങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആക്കാത്തത്. കാരണം ഇതിൻ്റെ അപ്പുറത്തോട്ട് കാടാണ്. അവിടെ തന്നെ വഴി തീർന്ന്, ഞാൻ പറഞ്ഞത് വഴി തീർന്ന് പിന്നെ അപ്പുറത്തോട്ട് ഒന്നുമില്ല, ഫുള്ള് കാടാണ്. അപ്പോൾ നമുക്ക് അങ്ങടേക്ക് എല്ലാവരും കൂടെ കയറി ഓടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ഇതാണ് എൻ്റെ പേടകം, മൈ MT-15. വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വണ്ടിയാണത്. ഇതും കൊണ്ടാണ് ഈ കണ്ട കാടും മലയൊക്കെ പോകണത്. ഇതൊന്ന് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുക. വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകും. ഇഗ്നിഷൻ കോയിലിന് എന്തോ പറ്റിയുണ്ട്. എന്നാലും എടുത്തുകൊണ്ട് വരും. കാട്ടിപ്പെടണമെങ്കിൽ പറയട്ടെ, ഒന്നും നോക്കണ്ട, ഒറ്റ മൈൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് എടുത്തിട്ട് വരും. ഇതോ അവൻ അവിടെ നടുക്കുപോയിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. ചെറിയൊരു അമ്പലം കണ്ടായിരുന്നു തന്നെ വഴിക്ക്. അതിൻ്റെ മണ്ടയ്ക്കും കൂടെ ഒന്ന് വലിഞ്ഞ് കയറണം, എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം. ഇവിടെ മയിലുണ്ട്, ആനയുണ്ട്, പിന്നെ ഞങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ടാവും ഇവിടെ. സൂക്ഷിച്ചും കണ്ടൊക്കെ വരാണെങ്കിൽ വരണ്ട, എല്ലാവരും വീട്ടിൽ ഇരുന്നോ. വെറുതെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ തന്നെ ഒരു ഷോകരിക്കും. എല്ലാവരും വീട്ടിൽ ഇരുന്ന് മതി, ആരും കൂടെ ഒന്നും വരരുത്. ഓക്കെ. വഴിയിലുണ്ടായിരുന്ന ചാണകം മൊത്തം ഹെൽമെറ്റിന് മേത്തും ഒക്കെ ആക്കി വെച്ചു. ബ്ലഡി ഫുൾ. ഇത് പോയി കഴുകണോ നീ? ഇല്ല, സെറ്റ്. എന്താണ് പറ്റിയത്? പണ്ടല്ലടാ.
കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഓക്കെ ബൈ. വീടില്ലെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ വീഴും.